മക്കളെ, 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഗുദ് സേ പ്യാർ എന്ന കവിതയുടെ യൂണിറ്റ് ടെസ്റ്റാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ മാത്രമാണ് 15 മാർക്കിന്. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ജോഡേ ഓർ വാക്യ ലിഖേ. സെൻറ്റൻസ് ഉണ്ടാക്കാനാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ വർക്കാണ്. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ചെയ്തതാണ് അല്ലേ, മാതൃകയായിട്ട് നമ്മൾ ചെയ്തതാണ്. അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സൂരജ് എഴുതുക, ദുനിയാക്കോ ऊर्जा देता है. സൂരജ് ദുനിയാക്കോ ഊർജ ദേത്താ ഹെ. അങ്ങനെ ഫസ്റ്റ് ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാം. അടുത്തത്, പേട് ദുനിയാക്കോ ഫൂൽ ദേത്താ ഹെ. പേടാണ് അങ്ങനെ വരിക കേട്ടോ. പേട് ദുനിയാക്കോ ഫൂൽ ദേത്താ ഹെ. അടുത്തത് ബാദലാണ്. ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹെ. മനസ്സിലായോ? ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹെ. അങ്ങനെ 3 സെൻറ്റൻസ് ഇവിടെ എഴുതാം. 3 മാർക്കാണ് അതിനുള്ളത്. അടുത്തത് പൂരാ കരേ, പൂരിപ്പിക്കാനാണ്. ഇവിടെ രാ എന്ന അക്ഷരം മാത്രമാണ് തന്നിരിക്കുന്നത്. അത് ഇവിടെയുള്ളതിൽ ഇതിന് ചേരുന്നതിന് യോജിക്കുന്ന ഒരക്ഷരം എടുത്തിട്ട് ഇതിനെ ശബ്ദാക്കി മാറ്റാനാണ് പറഞ്ഞത്. മനസ്സിലായോ? ഗ എന്നും പ്യ എന്നും ഷ എന്നും തന്നിട്ടുണ്ട്. ഇവിടെ രായാണ്. അപ്പം ഏതാണ്? പ്യ ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ. അപ്പം എന്തായി? പ്യാർ. പ്യ എന്നെടുത്താൽ എന്തായി? പ്യാർ. അടുത്തത് രക്ത് തന്നിട്ടുണ്ട്. ഏതാണ്? ധായാണ്. ദരക്ത് അല്ലേ. ദരക്തല്ല നമ്മൾ പഠിച്ച പേടിന്. അപ്പം ദാ ആണ് നമ്മൾ ഇവിടേക്ക് എഴുതേണ്ടത്. അടുത്തത് ദു തന്നിട്ടുണ്ട്, ലാസ്റ്റ് യാ എന്നും. അപ്പം ഏതാ വരിക? ന, നീ ആണ് അല്ലേ. ദുനിയാ, ദുനിയാ. ഇനി ധ എന്ന് മാത്രമാണ് തന്നിരിക്കുന്നത്. ഗുദ്, ഗുദ് അല്ലേ. നമ്മളെ കവിതയിലുണ്ട് ഗുദ് സേ പ്യാർ, ഗുദ്, ഗുദ്. ദാ അവിടെ ഉണ്ട് ഗു, ഗുദ്. ഇനി ആഗ്, ആഗ് അഗ്നി നമ്മളിതിൽ പഠിച്ചത് അല്ലേ. ആഗ് എന്നാണ് പഠിച്ചത്. ആ തന്നിട്ടുണ്ട്, ഗ നമ്മൾ എടുത്തു. ആഗ്, ആഗ്. ഓക്കെ, അങ്ങനെ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അതിന് 5 മാർക്കാണ്. ഇനി അടുത്തത് സമാനാർത്ഥ ശബ്ദ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമാനാർത്ഥം എഴുതാനാണ്, സമാനാർത്ഥക ശബ്ദം എഴുതാനാണ് പറഞ്ഞത്. പേട് അതേ അർത്ഥം വരുന്നത് നമ്മളിപ്പോൾ ഇവിടെ കണ്ടു. ദരക്ത് അല്ലേ. ദരക്ത് ഇതാ ഇവിടെ താഴെ ദരക്ത്. ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇത് ഇവിടെ രാ മാത്രമാണ് കേട്ടോ. പ്രിൻറ്റിങ്ങിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ദരക്ത്, രാ, ദരക്ത്. നമ്മളിവിടെ എഴുതുമ്പോൾ വരുമല്ലോ ദരക്ത്. ഇവിടെ ഉണ്ട് ദരക്ത്. കണ്ട, രണ്ടാമത്തത്. ഈ ദാ അങ്ങോട്ട് എഴുതിയാൽ ദരക്ത് എന്നായി. ഇനി അടുത്തത് അഗ്നി. അഗ്നിക്ക് എന്താണ്? അഗ്നി, തീ. തീക്ക് നമ്മളിതിൽ എന്താ പഠിച്ചത്? ആഗ് അല്ലേ. സൂരജ് അപ്പനെ ആഗ് സേ നമ്മൾ പഠിച്ചില്ലേ. സൂരജ് അപ്പനെ ആഗ് സേ. അപ്പം എന്താണ് ഇവിടെ അഗ്നിക്ക് വരുന്നത്? ആഗ്. അഗ്നി എന്താണ്? ആഗ്. ആഗ്. ഓക്കെ, ആഗാണെന്ത്? അഗ്നി. ഇനി കവിതാംശ പഠയം ഓർ പ്രശ്നമൊക്കെ ഉത്തരലിഖേം. കവിത വായിച്ചിട്ട് എന്ത് ചെയ്യണം? ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ദരക്ത് അപ്പനെ ഫൂലോം സേ इतना प्यार करे कि वह दे सके फूल दुनिया को भी. बादल अपने जल से, जाल अल्लട്ടോ जल എന്നാണ്. बादल अपने जल से इतना प्यार करे कि वह दे सके जल दुनिया को भी. ഈ ആശയ വാലി പങ്ക്തി ചുൻകർ ലിഖേം. ഈ കവിത വായിച്ചതിന് ശേഷം ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് താഴെയുള്ളത്. ഈ ആശയം വരുന്ന വരി തിരഞ്ഞെടുത്ത് എഴുതുക. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കണം, താഴെയുള്ളതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? താഴെതായി ചെറുതായിട്ട് ഇങ്ങനെ തന്നതായിരിക്കും ക്വസ്റ്റ്യൻ. മേഘ അപ്പനെ പാനി സേ പ്യാർ കരേ ആർ പ്രകൃതിക്ക് പ്യാസ് ബുജായേ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? മേഘം സ്വന്തം വെള്ളത്തിനെ സ്നേഹിക്കുകയും പ്രകൃതിയുടെ ദാഹം അകറ്റുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള അർത്ഥം വരുന്ന വരി ഏതാണ്? बादल अपने जल से इतना प्यार करे कि वह दे सके जल दुनिया को भी. അതാണ്
അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ബാദൽ അപ്പനെ ജൽസെ, ജലത്തിൻ്റെ ഇവിടെയാണ് പറയണത് അല്ലേ. മേഘം തൻ്റെ വെള്ളം കൊണ്ട് വെള്ളത്തിനെ ഇത്തനാ പ്യാർ കരേക്ക് ഇത്രമാത്രം സ്നേഹിക്കുന്നു. ദേ സഖേ ജൽ ദുനിയാ കോബി, അത് ആ ജലം ദുനിയാവിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി നൽകുന്നു എന്നർത്ഥം. ഉണ്ടോ, അതർത്ഥമാണ് ഇവിടെ ഉള്ളത്. മേഘ അപ്പനെ പാനി സെ പ്യാർ കരേ അവർ പ്രകൃതിക്ക് പ്യാസ് ബുജായേ. പ്രകൃതിക്ക് വെള്ളം നൽകുന്നു, ലോകത്തിന് വേണ്ടി വെള്ളം നൽകുന്നു എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരുടെയും ദാഹം അകറ്റുന്നു. ഓക്കെ, അപ്പോൾ ആ അർത്ഥം വരുന്നതാണ് നമ്മളിപ്പം എഴുതിയത്. ഇനി അടുത്തത് കവിതാംശിക്ക ആശയ ലിഖിയമെന്നാണ്. കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് കവിതയുടെ ആശയം നമ്മൾ പഠിച്ചതാണ്. ആശയം മാത്രമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കാം. ഓക്കെ, ഗുദസേ പ്യാർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആശയം മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കവിതാംശിക്ക ആശയം എഴുതാം. നിങ്ങൾ നോട്ടിൽ എഴുതിയതുണ്ടെങ്കിൽ അത് പഠിക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ്? 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇവിടെ 5 മാർക്കായി, 5, 3, 2, 5, അങ്ങനെ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായി. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തിട്ട് ഒന്ന് സ്വയം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി അടുത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യനുമായിട്ട് കാണാം.